ഹലോ, ഇന്ന് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓണം ഹാമ്പർ ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടങ്ങ് എടുത്തേക്കാന്ന്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെ ആയിരുന്നു ആ ഒരു ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ഞാൻ 1 by 1 ആയിട്ട് കാണിക്കാം കേട്ടോ. ഇത് എബ്രോഡുള്ളൊരു ചേട്ടൻ ആളുടെ നാട്ടിലുള്ള വൈഫിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഉണ്ടായിരുന്ന ഇതേപോലൊരു ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ്. ആളെന്നോട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് കളറിലെ കുപ്പികളെയും ഒരു നെക്ക് പീസും ഈ കൂടെ മാച്ചിങ് ആയിട്ട് വെച്ചേക്കണം. അങ്ങനെ തപ്പി നടന്ന് നമ്മൾ വാങ്ങിയൊരു നെക്ക് ചെയിൻ ആട്ടോ ഇത്. എനിക്ക് ഈ സംഭവം ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ സെയിം ഒരു പീസ് ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് വലിയ മാലകളൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. അത്ര വലുതൊന്നുമല്ല, സംഭവം സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ അതേ റെഡ് കളറിലെ കുപ്പികളെയും നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഉപ്പേരിയും ശർക്കര വരട്ടി ഇല്ലാതെ ഓണം ഇല്ലെന്നറിയാമല്ലോ, അപ്പോൾ അതും ചെറിയൊരു ബോക്സിലാക്കി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ഓണത്തിന് പായസം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സേമിയ പായസത്തിൻ്റെ മിക്സും കൂടെ വെച്ചിട്ടുണ്ട്. ഓണസമ്മാനം ആയതുകൊണ്ട് ആൾക്ക് ഗിഫ്റ്റിൽ ട്രഡീഷണൽ ടച്ച് വരുത്തണം എന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കഥകളിയുടെ ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വുഡൻ ആർട്ട് പീസാണ് കേട്ടോ. അതേപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള കുട്ടി പറ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം തീരെ ചെറുതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബ്രാസ് ആണ്. അത് ഇത്രയേ ഉള്ളൂ സാധനം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനുള്ളിൽ നെല്ലൊക്കെ നിറച്ചിട്ടാണ് നമ്മളിങ്ങനെ വെക്കാറുള്ളത്. ഉള്ളത് പറയാലോ, ഇതിൻ്റെ യൂസും ഹിസ്റ്ററിയും ഒന്നും എനിക്ക് വലിയ പിടിയില്ല. അതൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഓണവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ 2 ഐറ്റംസും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു. ചെറിയൊരു പാക്കറ്റ് മാക്രോൺസും പിന്നെ ഫെറേറോ ചോക്ലേറ്റും. ആളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണം ഹാമ്പർ ആയതുകൊണ്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന്. അതിനിപ്പോൾ എന്താ, ഒരു കുഴപ്പമില്ല. ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ ഇഷ്ടമാണ് എന്താ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ ഞാൻ എന്തായാലും ഒപ്പിച്ച് ഹാമ്പറിൽ സെറ്റാക്കി കൊടുത്തിരിക്കും. അതാണല്ലോ ശരിക്കും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ കാണിച്ച ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു ബോക്സിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യമേ തന്നെ അപ്പോൾ നമുക്ക് ബോക്സ് റെഡിയാക്കി എടുക്കണം. ബോക്സിൻ്റെ 4 സൈഡിലായിട്ട് ഇതേപോലത്തെ ഒരു ടേപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ടേപ്പ് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ ബോക്സ് ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. ഓണം സ്പെഷ്യൽ ഹാമ്പർ ആയതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ഗോൾഡ് കളർ ബോക്സ് സെലക്ട് ചെയ്തത്. ഞാൻ മുമ്പേ പറഞ്ഞ ടേപ്പിൻ്റെ പശ ഉണ്ടല്ലോ, അത് ചില സമയത്ത് അങ്ങ് സ്റ്റേബിളായിട്ട് നിൽക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് കട്ട് ചെയ്ത് 4 സൈഡിലും ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബോക്സ് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മുടെ ഉള്ളിൽ സാധനം വെക്കുമ്പോഴും അതങ്ങ് മാറിപ്പോവില്ല. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ സൈസ് പറയുന്നതും അത്യാവശ്യം വലുതാണ്. ഒരു 12 ഇഞ്ച് ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹാമ്പർ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ബാക്കി സാധനങ്ങളെ എടുത്ത് വെച്ചാൽ മതി. ഇത് ഞാൻ മുമ്പേ കാണിച്ച ഉപ്പേരിയും ശർക്കര വരട്ടി ആട്ടോ. അതിൻ്റെ പേരിൽ ഞാൻ ഇതേപോലെ ഒരു ചെറിയ ഗോൾഡൻ ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഭംഗിയായിക്കോട്ടെ നോക്കാം. പിന്നെ ഞാൻ ഈ കാണിച്ചേക്കുന്ന ഐറ്റംസ് മാത്രം വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ട് ഹാമ്പർ റെഡിയാക്കി കൊടുക്കും. ഇതിപ്പോൾ ആൾ പറഞ്ഞേക്കുന്ന ഐറ്റംസും പിന്നെ ഓണം റിലേറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്ത സജഷൻസും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ ഐറ്റംസ് ഫൈനലൈസ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ ശർക്കര വരട്ടിയുടെയും ഉപ്പേരിയുടെയും മേളിൽ ഇതേപോലെ ബോ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് ബോക്സിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മളോട് ഇപ്പോഴും ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ അടിയിലും എൻ്റെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ആ നമ്പറിലേക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതേപോലെ ഇൻസ്റ്റാ ത്രൂ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ID ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. കൊക്കോമീൻ തന്നെയാണ്. അവിടെ മെസ്സേജ് അയച്ചാലും മതി. മുന്നേ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്തവരാരും ഇതിനോട് പിണങ്ങരുത്. ഇപ്പം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പണ്ടൊന്നും എനിക്ക് ഇതേപോലെ എല്ലാ മെസ്സേജും നോക്കാനും ചെക്ക് ചെയ്യാനുള്ള ടൈം പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അതിന് വേണ്ടി ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും എൻക്വയറീസോ ഡൗട്ടോ ഓർഡർ ചെയ്യാനോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞ് നമ്മുടെ ബോക്സ് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഒരു ഹാപ്പി ഓണം കാർഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ബോക്സിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബോക്സ് റെഡിയാക്കിയത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊടുത്തുവിടാറായപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു വാൽക്കണ്ണാടി കൂടി ഇൻക്ലൂഡ് ചെയ്യായിരുന്നു എന്ന്. അതേപോലെ നിങ്ങൾക്കും എന്തെങ്കിലും തോന്നിയോ ഞാൻ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്തു എന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അപ്പോൾ അടുത്തോട്ട് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി ബോക്സ് ക്ലോസ് ചെയ്തു. പാക്ക് ചെയ്യാറായപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിപ്പോൾ ഡെയിലി ഞാൻ ചെയ്യുന്ന ബോക്സ് പോലെ തന്നെയുണ്ട്. ഓണായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംതിങ് സ്പെഷ്യലായിട്ട് ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ബോക്സിൻ്റെ ലുക്കൊന്ന് മാറ്റി പിടിക്കാം എന്നോർത്തു. എന്നിട്ട് ഞാൻ ഒരു ബോ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ആക്കി. ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയിലേ കാണാൻ. എന്നായാലും ബോക്സിൻ്റെ ആ ലുക്കാണോ ഈ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും കൂടെ പറയാം. കാര്യമായിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതേപോലത്തെ കസവിൻ്റെ ലേസ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് ഇതേപോലെ റിബൺ പോലെ ചുറ്റി കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ബോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതേ അവസാനമായപ്പോൾ ഹാപ്പി ഓണത്തിൻ്റെ ഒരു കാർഡും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായി. സോ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ ഹാമ്പേഴ്സ് നമ്മുടെ അടുത്തൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സും കസ്റ്റമൈസേഷനും ഒക്കെ നമ്മളെ അറിയിച്ചാൽ മതി. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ടാറ്റാ.